Present value of perpetuity. Perpetuity is an annuity that occurs indefinitely. പെർപ്പച്യൂറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആനുറ്റി തന്നെയാണ് ദാറ്റ് ഒക്കേഴ്സ് ഇൻഡെഫിനിറ്റ്ലി, അതായത് ഇൻഡെഫിനിറ്റ് ടൈം പീരീഡിൽ കൊടുക്കേണ്ടി വരുന്ന കോൺസ്റ്റന്റ് എമൗണ്ട് ഓഫ് പേയ്മെൻറ്റ്സ്, അതല്ലെങ്കിൽ കിട്ടുന്ന കോൺസ്റ്റന്റ് എമൗണ്ട് ഓഫ് റെസിപ്റ്റ്സ്. സോ അതിനെയാണ് നമ്മൾ പെർപ്പച്യൂറ്റി എന്ന് പറയുന്നത്. അത്തരം ആനുറ്റികളെ പെർപ്പച്യൂറ്റി എന്ന് പറയുന്നു. In the case of irredeemable preference shares, the company is expected to pay preference dividends perpetually. ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുകയാണ്. സോ ഇങ്ങനത്തെ ഡിഫറെൻറ്റ് കേസസ് ഉണ്ടാവും, ബട്ട് വളരെ റെയർ ആയിരിക്കും. അതായത് ഇറഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ആണെങ്കിൽ പെർപ്പച്വലി, അതായത് കണ്ടിന്യൂസ് ആയിട്ട് കമ്പനി പ്രിഫറൻസ് ഡിവിഡൻഡ് കൊടുക്കേണ്ടി വരും എന്നാണ് പറയുന്നത്. ഇത് ഒരു ഐഡിയൽ എക്സാമ്പിളാണ്. ഇങ്ങനത്തെ കേസസ് വളരെ റെയറാണ്. ഇനി മാത്തമാറ്റിക്കലി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ബൈ ഡെഫിനിഷൻ ഇൻ എ പെർപെച്യൂറ്റി ടൈം പീരിയഡ് എൻ ഈസ് സോ ലാർജ് എൻ അപ്രോച്ചസ് ഇൻഫിനിറ്റി ദാറ്റ് 1 + i ഹോൾ റൈസ് ടു n ടെൻസ് ടു ബിക്കം 0 എന്നൊക്കെ പറയുന്നുണ്ട്. സോ മാത്തമാറ്റിക്കലി ഒരു പർട്ടിക്കുലർ ടൈം പീരീഡ് നമുക്ക് എൻലെസ് ആയിട്ട് പോവുകയാണെങ്കിൽ നമ്മളതിനെ ഇൻഫിനിറ്റി എന്ന് വിളിക്കും. സോ വെൻ n ടെൻസ് ടു ഇൻഫിനിറ്റി ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് പെർപെച്യൂറ്റി ഫോർമുല ബിക്കംസ് പ്രസൻറ്റ് വാല്യൂ ഓഫ് p ഈക്വൽ ടു a/i എന്നാണ് വരിക. പ്രസൻറ്റ് വാല്യൂ ഓഫ് പെർപെച്യൂറ്റി ഈക്വൽ ടു a/i. ഓക്കെ, സോ a എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ പേയ്മെൻറ്റ്സ് ഇൻ ഈച്ച് കോമ്പൗണ്ടിങ് പീരീഡ്, i എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് that would be compounded for each period. ഓക്കെ, ജസ്റ്റ് ഫോർമുല മാത്രം പഠിക്കുക. ഈ പ്രസൻറ്റ് വാല്യൂ ഓഫ് പെർപെച്യൂറ്റി ഫോർമുല വളരെ ഈസിയാണ്, a/i എന്ന് മാത്രം പഠിച്ചാൽ മതി. സോ അതിൻ്റെ അതെങ്ങനെ മാത്തമാറ്റിക്കലി ഡിറൈവ് ചെയ്യുന്നു എന്നുള്ളത് പ്രസക്തമല്ല. ഓക്കെ, ജസ്റ്റ് ഫോർമുല മാത്രം പഠിക്കുക. ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. An investor expects a perpetual sum of ₹500 annually from his investment. What is the present value of his perpetuity if his interest rate is 10%? Very simple. So present value of perpetuity കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് a/i ആണ്. ഓക്കെ, സോ കിട്ടുന്ന പെർപ്പച്വൽ സം എന്ന് പറയുന്നത് 500 ആണ്. 500 ആനുവലി ആണ്. ഓക്കെ, സോ 500 ബൈ ഇൻട്രസ്റ്റ് റേറ്റ് 10% ആണ്. സോ 10/100 നമുക്ക് വേണമെങ്കിൽ 0.10 എന്നെഴുതാം. സോ സിംപ്ലി 0.1. സോ 500 ബൈ 0.1 5000 ആണ്, റൈറ്റ്. സോ ഒരു 500 റുപ്പീസ് പെർപ്പച്വലി കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ എന്ന് പറയുന്നത് 5000 ആണ്. അതായത് ഇൻട്രസ്റ്റ് റേറ്റ് 10% ആണെങ്കിൽ. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. പ്രസൻറ്റ് വാല്യൂ ഓഫ് ഗ്രോയിങ് പെർപെച്യൂറ്റി. സോ പ്രസൻറ്റ് വാല്യൂ ഓഫ് പെർപെച്യൂറ്റി എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. ആനുറ്റി ദാറ്റ് ഒക്കേഴ്സ് ഇൻഡെഫിനിറ്റ്ലി, ഇൻഡെഫിനിറ്റ് പീരീഡിൽ പേ ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന റെസിപ്റ്റ്സോ ആ ഒരു കോൺസ്റ്റൻറ്റ് സം ഓഫ് മണി നമ്മൾ ആനുറ്റി എന്ന് പറയാം. അത് ഗ്രോ ചെയ്യുന്ന സർട്ടൻ കേസസ് ഉണ്ട്. സോ ഇവിടെ ഗ്രോയിങ് പെർപെച്യൂറ്റിയാണ്, അതായത് ആനുറ്റി പേയ്മെൻറ്റ്സ് അല്ലെങ്കിൽ റെസിപ്റ്റ്സ് ഗ്രോ ചെയ്യാമെന്നുള്ളതാണ്. സോ ഇതൊക്കെ ഐഡിയൽ കണ്ടീഷൻസ് ആണ്. നമുക്ക് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇൻസ്റ്റൻസസ് വളരെ റെയറാണ്, റെയറസ്റ്റ് ഓഫ് ദ റെയർ എന്നൊക്കെ പറയാം. സോ ഈ ഒരു കൺസെപ്റ്റ് മാത്രം പഠിക്കുക. അതിനൊരു ഇക്വേഷനൊക്കെ ഉണ്ട്. പ്രസൻറ്റ് വാല്യൂ ഓഫ് ഗ്രോയിങ് പെർപെച്യൂറ്റി ഈക്വൽ ടു a/i - g. ഇതാണ് നമ്മൾ ഗോർഡൻ ഗ്രോത്ത് മോഡൽ എന്ന് പറയുന്നത്. യൂസ് ഫോർ സ്റ്റോക്ക് വാല്യൂഷൻ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ
വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്ന കുറേ കാര്യങ്ങളാണ്. സോ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാമെന്ന് മാത്രം. ഓക്കെ, ഇപ്പം സിലബസിൽ ഇത് പറയുന്നത് കൊണ്ട് മാത്രമാണ് നമ്മളിത് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ പ്രോബ്ലംസ് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല, ജസ്റ്റ് കൺസെപ്റ്റ് അറിഞ്ഞിരിക്കുക എന്ന് മാത്രം. ഓക്കെ, ഫ്യൂച്ചർ വാല്യൂ ഓഫ് എ പ്രസൻറ്റ് സം, അതായത് പ്രസൻറ്റ് ക്യാഷ് ഫ്ലോസിൻ്റെ ഫ്യൂച്ചറിലെ വാല്യൂ കാണാം. നേരത്തെ നമ്മൾ ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസിനെ ഡിസ്കൗണ്ട് ചെയ്ത് അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ എങ്ങനെയാണ് കാണാമെന്നുള്ളത് ആണ് പഠിച്ചത്. സോ ഇവിടെ പ്രസൻറ്റ് ക്യാഷ് ഫ്ലോസിനെ നമ്മൾ കോമ്പൗണ്ട് ചെയ്തിട്ട് അതിൻ്റെ ഫ്യൂച്ചർ വാല്യൂ കാണുന്നു. നമുക്കറിയാം മണി വാല്യൂ എല്ലായ്പ്പോഴും സെയിം ആയിരിക്കില്ല, അത് എക്കണോമിയിലെ ഒരുപാട് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ ഇപ്പോൾ ഉള്ള 100 രൂപയായിരിക്കില്ല ഒരു വർഷം കഴിഞ്ഞാലുള്ള 100 രൂപയുടെ വാല്യൂസ്, രണ്ടും സെയിം ആയിരിക്കില്ല. നമ്മൾ പർച്ചേസിങ് പവർ പറയുമ്പോൾ മെയിനായിട്ട് പറയുന്നത് ഇൻഫ്ലേഷൻ റേറ്റൊക്കെയാണ്. സോ ഇൻഫ്ലേഷൻ റേറ്റ് അനുസരിച്ച് നമുക്ക് ഇപ്പം 100 രൂപയ്ക്ക് വാങ്ങാൻ പറ്റുന്ന സാധനങ്ങളായിരിക്കില്ല ചിലപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ട് നമുക്ക് 100 രൂപയ്ക്ക് വാങ്ങാൻ പറ്റുന്ന സാധനങ്ങളെന്ന് പറയുന്നത്. സോ കറൻസി അല്ലെങ്കിൽ ക്യാഷിൻ്റെ മൂല്യം ഏറിയും കുറഞ്ഞിരിക്കും. സോ ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ച് എപ്പോഴും ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് അയാളുടെ പ്രോഫിറ്റ് പൊസിഷൻ മനസ്സിലാക്കാനായിട്ട്, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ റൈറ്റ് ഓർ നോട്ട് എന്നുള്ളത് തീരുമാനിക്കുന്നത്. ഓക്കെ, സോ പ്രസൻറ്റ് സമ്മിൻ്റെ ഫ്യൂച്ചർ വാല്യൂ എങ്ങനെയാണ് കാണാമെന്നുള്ളത് ആണ് പറയുന്നത്. ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോനെ നമ്മൾ പ്രസൻറ്റ് വാല്യൂ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനെ നമ്മൾ ഡിസ്കൗണ്ടിങ് എന്ന് പറയും. ഇവിടെ പ്രസൻറ്റ് സമ്മിൻ്റെ അല്ലെങ്കിൽ പ്രസൻറ്റ് ക്യാഷ് ഫ്ലോസിനെ നമ്മൾ ഫ്യൂച്ചർ വാല്യൂ കാണുമ്പോൾ അതിനെ നമ്മൾ കോമ്പൗണ്ടിങ് എന്നാണ് പറയുക. ഓക്കെ, സോ ഫ്യൂച്ചർ വാല്യൂ എഫ് വി ഈക്വൽ ടു പി വി ഇൻറ്റു 1 + i ഹോൾ റൈസ് ടു n. ഇതാണ് ബേസ് ഫോർമുല എന്ന് പറയുന്നത്. റൈറ്റ്, നൗ ഫ്യൂച്ചർ വാല്യൂ ഓഫ് പ്രസൻറ്റ് സം കാണാനുള്ള കുറച്ചുകൂടി മോഡിഫൈഡ് ആയിട്ടുള്ള ഇക്വേഷൻ നോക്കാം. എഫ് വി ഈക്വൽ ടു പി വി ഇൻറ്റു 1 + i/c ഹോൾ റൈസ് ടു n ഇൻറ്റു c. എഫ് വി എന്ന് പറയുന്നത് ഇവിടെ ഫ്യൂച്ചർ വാല്യൂ ആണ്. പി വി എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് ദി പ്രിൻസിപ്പൽ എമൗണ്ട്. ഓക്കെ, ദെൻ ഐ ഇൻട്രസ്റ്റ് റേറ്റ് പെർ ഇയർ, എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്. ദെൻ സി നമ്പർ ഓഫ് കോമ്പൗണ്ടിങ് പീരിയഡ്സ് ഇൻ എ ഇയർ. ഓക്കെ, സോ നേരത്തെ പറഞ്ഞ ബേസ് ഫോമിനേക്കാളും കുറച്ചുകൂടി മോഡിഫൈഡ് ആയിട്ടുള്ള ഫോമാണ് ഫ്യൂച്ചർ വാല്യൂ കാണാനുള്ളത് പ്രസൻറ്റ് ക്യാഷ് ഫ്ലോസിൻ്റെ. ഓക്കെ, സോ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാവും. ഇഫ് യു പുട്ട് ₹1000 in a savings account that pays 5% interest annually but compounded daily, how much will be in the account after 10 years? അതായത് 1000 rupees നമ്മൾ സേവിങ്സ് അക്കൗണ്ടിലിടുന്നു, ഇൻട്രസ്റ്റ് റേറ്റ് 5% ആനുവലി ആണ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്, ബട്ട് കോമ്പൗണ്ടഡ് ഡെയിലി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹൗ മച്ച് വിൽ ബി ഇൻ ദി അക്കൗണ്ട് ആഫ്റ്റർ 10 years? സോ 10 വർഷം കഴിഞ്ഞാൽ അക്കൗണ്ടിൽ എത്രയായിരിക്കും ഉണ്ടാവുക എന്ന് പ്രഡിക്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഫ്യൂച്ചർ വാല്യൂ ആണ് ഇവിടെ കാണേണ്ടത്. ഫ്യൂച്ചർ വാല്യൂ ഈക്വൽ ടു പ്രസൻറ്റ് വാല്യൂ ഇൻറ്റു 1 + i/c ഹോൾ റൈസ് ടു n ഇൻറ്റു c. ഇനി പ്രസൻറ്റ് വാല്യൂ 1000 ആണ്, റൈറ്റ്. 1000 ഇൻറ്റു
1 പ്ലസ് ഐ എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. സോ 5% എന്ന് പറയുമ്പോൾ 5/100 നമുക്ക് 0.05 എന്ന് എഴുതാം. സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് കോമ്പൗണ്ടിങ് പീരീഡ്സ് ഇൻ എ ഇയർ ആണ്. സോ കോമ്പൗണ്ടിങ് ഡെയിലി എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ആനുവലി ആണ്. സോ 1 ഇയറിൽ ഡെയിലി എന്ന് പറയുമ്പോൾ 365 ഡേയ്സ് ആണുള്ളത്. സോ സി നമുക്ക് 365 എന്ന് എഴുതാം. ഇനി n ഇൻറ്റു സി ആണ്. n എന്ന് പറഞ്ഞാൽ പീരീഡ് ആണ്, 10 years ഇൻറ്റു 365. സോ 1000 ഇൻറ്റു 1 പ്ലസ് 0.05 by 365 whole raised to 10 into 365. ഓക്കെ, അപ്പം ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 1648.7 എന്നാണ് കിട്ടുന്നത്.